ഹലോ ഗൈസ്, അപ്പം കർക്കിടകമൊക്കെ ആണല്ലേ. അപ്പം നമുക്ക് മാങ്ങ കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അതിന് കുറച്ച് മാങ്ങ അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്, സവോള, പിന്നെ തേങ്ങ, മുളക്, ഇഞ്ചി, തക്കാളിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ മാങ്ങ ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തക്കാളി വട്ടം വട്ടം അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിലോട്ട് ഇടുക. പിന്നെ സവോള അരിഞ്ഞത് അതിൻ്റെ കൂട്ടത്തിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ടു മുളകും കൂടി അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിലിടുക. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ടാൽ മതി. ആവശ്യത്തിന് ഞങ്ങൾ അത്യാവശ്യം എരിവ് കഴിക്കുന്നതുകൊണ്ട് അധികം മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ. അപ്പോൾ ഇവിടെ തേങ്ങ ചിരക ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിക്കകത്താണ് അടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടി അരയ്ക്കാൻ പറ്റും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പം ഏറ്റവും എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തേങ്ങ കൊത്തിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മിക്സിക്കകത്തിട്ടിട്ട് അരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. അപ്പം ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് 2 മുളക് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് മല്ലിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലി ചേർക്കാം. ഞാൻ കുറച്ച് മാത്രമേ മല്ലി ചേർത്തിട്ടുള്ളൂ. അതിനകത്തോട്ട് 2 നുള്ള് ജീരകം കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇച്ചിരി ഉലുവയും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി തൊണ്ട് ഒടിച്ചെടുക്കാം. ഞാൻ വെളുത്തുള്ളി ആദ്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് തൊണ്ട് ഒളിച്ചെടുത്ത് അതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കെടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ച് കുറച്ചായി കഴിയുമ്പം കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ അരയാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മളെടുത്ത് ചട്ടിയിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തോട്ട് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് മൂടി വയ്ക്കുക. ഓക്കെ, അവിടെ ആ സംഭവം കഴിഞ്ഞു. അപ്പോഴത്തോട്ടും നമുക്കിവിടെ നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടുമ്പോഴത്തോട്ടും നമുക്ക് പച്ചക്കറിയൊക്കെ ഏകദേശം വെന്ത് ഒരുവിധം ഒന്ന് വാടി വെന്ത് വരുമ്പോഴത്തോട്ടും നമുക്ക് ഈ തേങ്ങ അതിൻ്റെ ഉള്ളിലോട്ട് അരച്ചത് ഇടാം. നല്ലപോലെ എന്താ പറയുക, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ലിമിറ്റിന് വെള്ളം ചേർത്താൽ മതി. കാരണം നമ്മൾ കറിക്കകത്ത് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. ഓക്കെ, അപ്പം നല്ലപോലെ അരച്ച് കൊടുക്കുക. അതിന് ശേഷം ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തേങ്ങ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തോട്ടും നമുക്ക് വേറൊരു ട്രിക്ക് കൂടിയും ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റൗണ്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം കറക്റ്റ് മൊത്തം നമ്മൾ അരച്ച് എന്തോരമാണോ അത്രയും തേങ്ങ നമ്മുടെ കറിയിലോട്ട് എത്തും. അപ്പം അങ്ങനെ ചെയ്തിട്ട് നല്ലോണം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ജസ്റ്റ് ചെറിയ തളയൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് വാങ്ങി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക. നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക. അതിനകത്തോട്ട് കുറച്ച് കടുക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ആവശ്യത്തിന് കടുക് 1 സ്പൂൺ ഒക്കെ മതിയാവും. ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലപോലെ അത് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പം മാത്രം എല്ലാ കടുകും നല്ലപോലെ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഈ ഉലുവ പൊടിച്ചത് അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് താളിക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മുളക് ആവുന്ന രീതിയിൽ നമുക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. നമുക്കല്ലാതെ പിന്നീട് നമുക്ക് ഉള്ളിയൊന്നും താളിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം
അതിനുശേഷം കുറച്ച് നേരം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കറിയുടെ കളർ ചേഞ്ചിങ് നമുക്ക് മനസ്സിലാവും. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമാണ് ഇത് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കൂടുതൽ തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്. കാരണം തേങ്ങ ആയതുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കുറച്ച് നേരം ഒന്ന് ചൂടാക്കുക. കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇളക്കി വാങ്ങാൻ പറ്റും. കുറച്ച് ഉപ്പും കൂടി വിതറുന്നുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ ആയതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ആവശ്യം വരും. ലാസ്റ്റ് ഇട്ടാൽ മതി. ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി നമുക്ക് വാങ്ങാം. ലാസ്റ്റ് നമുക്ക് ഇത് വരുന്നത് ഇതാണ് ലാസ്റ്റ് വരുന്നത്. ഈ കളറിൽ നമുക്ക് വറ്റിച്ച് നല്ലപോലെ ഇടാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കറി ഡിഷാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് നല്ലതാണ്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിയിലുള്ളവർക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെയും ബൈ, ടേക്ക് കെയർ.